ഹലോ, ഈ ഗുജറാത്തി മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഓണം കഴിഞ്ഞ് ഓണം ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത്. ആദ്യം നമ്മൾ ലിബർട്ടിയുടെ ഷോറൂമിൽ പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഷൂ നോക്കി. പക്ഷേ പുതിയ മോഡലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. ഈ കമ്പനി സാധനം വാങ്ങിക്കുമ്പോൾ പ്രത്യേകത ഒരുപാട് നാൾ യൂസ് ചെയ്യാം. ഞാൻ ചെരുപ്പ് വാങ്ങിച്ചാലും നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനല്ല, പൊതുവേ ഏത് കമ്പനിയുടെ ബാറ്റ ആയാലും എവിടെ മോച്ചി ആയാലും. പക്ഷേ മോച്ചിയുടെ ഒന്നും ചെരുപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് ഹൈ റേഞ്ച്, അത് നമുക്കൊന്നും പറ്റത്തില്ല. ഞാൻ ബാറ്റയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ 10-200 രൂപയുടെ ചെരുപ്പം വാങ്ങിക്കാം, ഒരു സൈഡ് ബിസിനസ് എന്ന രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മളിവിടെ ട്രെൻഡിലും മാക്സിലും ഒക്കെയാണ് കയറുന്നത്. അല്ലാതെ ഒരു തുണിക്കടകളെ നമുക്ക് അറിയത്തില്ല. നല്ല 1000 രൂപയ്ക്ക് നല്ല സെറ്റ് ചുരിദാറും കുർത്തിയൊക്കെ ആയിട്ട് നല്ല ടോപ്പുകളും കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അധികമൊന്നും എടുത്തില്ല. നമ്മൾ നേരെ പോകുന്നത് എവിടെ, 300 രൂപയുടെ ടോപ്പ്, 400 രൂപയുടെ ടോപ്പ്. പാൻറ് ഉണ്ടായതുകൊണ്ട് ടോപ്പ് എടുത്താൽ മാത്രം മതിയല്ലോ. ഒരു ചെറിയ ഷോപ്പിംഗ് ആട്ടോ. നമുക്കടുത്ത് ഇവിടെ ഓണാഘോഷം വളരെ നന്നായിട്ട് നടന്നു. നമ്മുടെ ഷോർട്സിൽ കാണുന്നവർക്കറിയാം, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെയും നമ്മുടെ കർണാടകക്കാരെയും അവിടെ എല്ലാം വിളിച്ച് സദ്യ കൊടുത്തു. സത്യത്തിൽ ഇവരെയൊക്കെ വിളിക്കുമ്പോൾ അവർ കറികളൊക്കെ കൂട്ടാൻ ഭയങ്കര മടിയാണ്. ഓണസദ്യയിൽ ചോറും പരിപ്പും പപ്പടവും ഒക്കെ അവർ നല്ല ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടു. വല്ലപ്പോഴുള്ള അനുഭവമല്ലേ. നല്ല ചിലവായെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു സന്തോഷം ഇതാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് പുറത്ത്, അതായത് കേരളത്തിന് പുറത്ത് എവിടെയായാലും ഓണം ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. കുറേ ആൾക്കാരെയൊക്കെ കൂട്ടി നമ്മൾ ഇവിടുന്ന് സദ്യ ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് പേരുണ്ടായതുകൊണ്ട് ഒരു സദ്യ ഒരു ഇലയ്ക്ക് 350 രൂപയാണ് വില. പായസം, ഇഞ്ചി, എല്ലാ കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓണം കഴിഞ്ഞുകൊണ്ട് ഓണം ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഈ ഓണവിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാമല്ലോ ഇവിടുത്തത്. നമ്മുടെ ഹസ്ബൻഡിനൊന്നും ലീവൊന്നുമില്ല. സൺഡേ ആയതുകൊണ്ട് കുറച്ച് സമയം ഫ്രീ കിട്ടി, അത്രയേ ഉള്ളൂ. ലീവ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കങ്ങനെ പറ്റില്ലല്ലോ, ഒരു ദിവസത്തേക്കൊന്നും ലീവ് തരത്തില്ല. അപ്പോൾ നമ്മളിത് പുതിയ കളക്ഷൻസ് ആട്ടോ, ഇവിടെ ട്രെൻഡിലും മാക്സിലും ഒക്കെ വന്ന പുതിയ കളക്ഷൻസാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ സ്റ്റുഡിയോയിലും ഒന്ന് ജസ്റ്റ് കയറി, അവിടെയും നല്ല കളക്ഷനും തിരക്കുണ്ട്. സ്റ്റുഡിയോ എവിടെ ഇട്ടാലും തിരക്കാണ്, അതിനൊരു മാറ്റവും ഇല്ല. വെറൈറ്റി സാധനങ്ങൾ അവന്മാർ ഇറക്കുന്നുമുണ്ട്. കട്ട കാലിയാവുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ കൊല്ലം ജില്ലയാണ്. അപ്പോൾ കൊല്ലത്തൊരു സ്റ്റുഡിയോ ഇട്ടപ്പം അവിടെ ഒരു സാധനമില്ല. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കട കാലിയായിട്ട് കാണാം. എന്താണ് ഇതിൻ്റെ ഗുഡൻസ് എന്ന് മാത്രം അറിയത്തില്ല. അപ്പം നമ്മുടെ വില കുറച്ചിങ്ങനെ മോഡേൺ ഡ്രസ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് സെയിൽ നടക്കുന്നുണ്ട്. മറിയും ഇങ്ങനെ സാധനം ഏതെടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. എവിടെ ചെന്നാലും മറിയത്തിൻ്റെ ഡ്രസ്സുണ്ട്. ഇത് ഓഫറിന് വെച്ചേക്കുന്ന ന്യൂ കളക്ഷൻ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ഷർട്ടുകളൊക്കെ ആയിട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങുന്ന ഒരു നവംബറൊക്കെ ആവും. എങ്കിലും ഇവിടുത്തെ തണുപ്പിൻ്റെ കളക്ഷൻസും സെറ്ററുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗുജറാത്ത് ആയതുകൊണ്ട് അത്രയും തണുപ്പ് കാണത്തില്ല, എന്നാലും നമ്മൾ സ്വെറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സെഷൻ ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ വെറുതെ ടോപ്പൊക്കെ ഇട്ട് നോക്കി. ഞാൻ ഒരു ടോപ്പ് എടുത്ത് കേട്ടോ. സാരിയാണ് അന്ന് ഉടുക്കുന്നത്, അതുകൊണ്ട് ടോപ്പിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ വർഷത്തെ സാരി കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. സാരിയൊക്കെ ആയിട്ടാണ് വന്നത്, കാരണം നമുക്കറിയാം ഓണമാണ്, ഓണം വരും. അപ്പോൾ സാരി വേണം, എല്ലാവരും സാരി ആയിരിക്കും. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും കമ്മലുമാലയൊക്കെ വെച്ച് നോക്കുമല്ലോ. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ കഴിഞ്ഞ വട്ടം വന്നതിന് അത്ര കളക്ഷൻസിലെല്ലാം കാലിയായി. എല്ലാവരും ഇവിടുന്ന് ഷോപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലൂടെ ഇവിടെയും സെയിൽ നടക്കുന്നുണ്ട്. ഇവിടെ മാക്സും ട്രെൻഡും നമ്മുടെ സ്റ്റുഡിയോയും ഒരേ കുടക്കീഴിൽ ഒരുപോലെ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഓണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നോ? നമുക്ക് ഒരുപാട് ഓണക്കളികളും ഓണത്തിൻ്റെ നമ്മുടെ ഉത്രാടപ്പാച്ചിലൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഷോപ്പിങ്ങിന് ചന്തയെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ ഒക്കെ പോരും. ഇഞ്ചി വാങ്ങാനാണെങ്കിലും മാർക്കറ്റിൽ പോയി തള്ളുകൊള്ളും. പിന്നെ ഒന്ന് തുണി എടുക്കുന്നില്ലെങ്കിലും എടുത്താലും എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു സന്തോഷമാണ്, കുടുംബാംഗങ്ങളെയൊക്കെ അല്ലേ. നമുക്കൊരു ലീവ് കിട്ടാനൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓണത്തിനൊന്ന് നാട്ടിൽ വരാഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിച്ചു. അതിൻ്റെ കുറവുകളൊന്നും അറിഞ്ഞില്ല. മലയാളികളും എല്ലാവരും കൂടി ഓണം ആഘോഷിച്ചു. പിന്നെ ഇതെല്ലാം ന്യൂ കളക്ഷൻസാണ്. മറി ഓരോന്നും പിടിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ സ്കൂളാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ഡേയാണ്. ഇന്ന് ബ്ലൂ ഡേ ആണെങ്കിൽ നാളെ യെല്ലോ ഡ്രസ്സ് എടുക്കാൻ ഞാൻ പോകണം. അതുകൊണ്ടാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കടയിലൊക്കെ വരുന്നത്. കാരണം എൻ്റെ കയ്യിൽ കുറേ ബനിയൻ മാത്രമേ ഉണ്ട്, ഫ്രോക്കൊന്നുമില്ല. ഈ ഫ്രോക്ക് തന്നെ വേണം, ബ്ലൂ കളർ വേണം എന്നൊക്കെ സ്കൂളുകാർ വാശി പിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? നമ്മുടെ മക്കളെ മാറ്റി നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കാറുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഓണാഘോഷിച്ച ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ഡ്രസ്സ് വേണമല്ലോ. കുഞ്ഞി മോനാണ്, എന്നാലും ഞാൻ വലിയ ഡ്രസ്സാണ് എടുക്കുന്നത്. എൻ്റെ മോക്കാലും ഞാൻ എടുക്കുമ്പോൾ കുറച്ച് വലിയ ഡ്രസ്സ് എടുക്കും. അതിന് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും വഴക്കാം, കുട്ടിക്ക് ഇപ്പോൾ ഇടാനാ, എന്തിനാണ് ഈ വലിയ ഡ്രസ്സ് എടുത്ത് വെച്ചേക്കുന്നത്? പക്ഷേ നമ്മളമ്മമാരെങ്ങനെ ഒരു പടി മുന്നെയാണ്. ചെരുപ്പ് എടുത്താലും എന്തെടുത്താലും മരത്തിന് ചെരുപ്പുണ്ട്. ആ ചെരുപ്പ് എല്ലാം വലുതുമാണ്, കാരണം ഒരു സൈസ് ഫ്രണ്ടിലോട്ട് ഇട്ടെടുക്കും.
അത് നമുക്ക് യൂസാണ് കേട്ടോ. ചില സമയത്ത് നമുക്കിത് നല്ല യൂസാണ്. കാരണം എപ്പോഴും വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാം ഒരു സൈസ് മുന്നേറ്റെടുത്ത് ഞാൻ ആ മോനും നല്ല മുന്നോട്ടിട്ടാണ് എടുത്ത്. അവൻ ഇച്ചിരി നടക്കാറാകുമ്പോൾ ഇട്ടാൽ മതി. കാരണം ഇപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അത് പിന്നെ വേസ്റ്റാണ്. എൻ്റെ മോളൊക്കെ വളർന്നു വന്നപ്പോൾ അവിടെ എല്ലാ ഡ്രസ്സും കുട്ടിയായി. പിന്നെ അവൾക്ക് ഈ മുട്ടിന് മേളിൽ നിൽക്കുന്ന ഡ്രസ്സുകളായിരുന്നു ഇട്ട് കൊടുക്കുന്നത്. അത് വീട്ടിലായിരുന്നു ഇട്ട് കൊടുക്കുന്നത്. കാരണം കുറേ ഡ്രസ്സ് കിട്ടുമ്പോൾ അതൊക്കെ വേസ്റ്റാണ്. കുഞ്ഞുങ്ങൾ എളുപ്പം വളരുമല്ലോ. അതുകൊണ്ട് ഒരു ഡ്രസ്സ് ഒരു സൈസ് ഫ്രണ്ടിലിട്ടെടുക്കുക, അല്ലെങ്കിൽ നമ്മളെന്താ കുട്ടിയായി വീട്ടിലിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മറിയും വന്ന് പിടിക്കുന്ന കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ വിലക്കുറവാണ്. പക്ഷേ ഈ ഡ്രസ്സിനൊക്കെ എനിക്ക് വില കൂടുതലായിട്ട് തോന്നി. തുണി നല്ല കോട്ടൺ തുണിയാണ്. ഒന്ന് കഴിയുമ്പോൾ എന്തോ ഒരു മങ്ങൽ പോലെ തോന്നിയുകൊണ്ട് ആ മഞ്ഞ ഞാൻ എടുത്തില്ല. അന്നും ബ്ലൂ ഡേ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഗുജറാത്തിൽ അവധിയൊന്നും ഇല്ലല്ലോ. അവൾക്ക് ഓണം എന്താണെന്ന് പോലും അറിയത്തില്ല. പിന്നെ അടുത്ത മാസം തൊട്ട് ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ദീപാവലിയും ദശരയുടെയൊക്കെ ഭയങ്കര ആഘോഷമാണ്. ഇപ്പോഴേ ഇവിടുത്തെ നഗരമൊക്കെ ഉണർന്ന് ഫെസ്റ്റിവൽ മൂഡിലോട്ടായി. പല ഡിസൈനുള്ള ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ തുടർച്ചയായി കാണുന്നവർക്ക് അടിപൊളി ഫെസ്റ്റിവലൊക്കെ കാണാം. ഇവിടെ എല്ലാ ഫെസ്റ്റിവൽ മോഡും ആയിരിക്കും. നമ്മുടെ നാട്ടിനേക്കാൾ അടിപൊളിയാണ് ഇവിടെ ഫെസ്റ്റിവലൊക്കെ വന്നാലും പൂജ വന്നാലും ഭയങ്കര ഭക്തരാണ് ഇവിടെ നോർത്ത് ഇന്ത്യക്കാർ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ്, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നോർത്ത് ഇന്ത്യയിലെ വിശേഷങ്ങൾ, ഗുജറാത്തിലെ വിശേഷങ്ങളൊക്കെ ഇനി അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ പുറകെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങൾ മാത്രം. കാരണം നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ നല്ലപോലെ കാണണം എന്നുണ്ടായിട്ട് നമ്മൾ സ്ലോ അടിച്ചു പോകുന്നത്. ഐലൈനറൊക്കെ നമ്മൾ വെറുതെ നോക്കി പോവാണ്. ഹസ്ബൻഡ് ബില്ലടിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പരിപാടി ഇതൊക്കെയാണ്. വെറുതെ വീണ്ടും ഒന്ന് നോക്കി പോവുക. എടുത്താലും പുള്ളിയൊന്നും വഴക്ക് പറയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നോക്കി പോവും. അറിയാം ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് ചെന്ന് എന്താണെന്ന് അറിയത്തില്ല. ഇവർക്ക് ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര താല്പര്യമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ലിപ്സ്റ്റിക്ക്. വേറെ ഒന്നും മേക്കപ്പ് ഇല്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഭയങ്കര സുന്ദരിയാവുമെന്നാണ് എൻ്റെ മനസ്സിലെ വിചാരം. എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഭ്രാന്തുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു. ഇപ്പം ഓണവിശേഷങ്ങൾ എല്ലാവരും പങ്കുവെക്കണം കേട്ടോ. മാക്സിമം കമൻറ്റ് ചെയ്യാനുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ബൈയൊക്കെ പറയുന്നത് എൻ്റെ മോളാണ്. ഇന്ന് സ്കൂളിലൊന്നും വിട്ടില്ല, ഇവിടെ ഇരിപ്പാണ്, സുഖമില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.